ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്നോട് പല ക്ലയൻസും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പൈസ ചെലവാക്കി ഒത്തിരി ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടൊക്കെ മേടിച്ചിട്ടിട്ടും എൻ്റെ വീട്ടിന് ആ ഒരു ഞാൻ ആഗ്രഹിക്കുന്ന ഒരു എലിഗന്റ് ടച്ച് വന്നിട്ടില്ലല്ലോ. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, പക്ഷെ കുറേ ആൾക്കാരുടെ കാര്യം ഞാനും ചില വീടുകളിൽ പോകുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് ബേസിക് ആയിട്ടുള്ള ഒരു 6 കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറയാം. എന്തായാലും നിങ്ങൾ കാശ് ചെലവാക്കുവാണ് അല്ലേ? അപ്പം ഈ ടിപ്സും കൂടി അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാം. അപ്പൊ നിങ്ങളുടെ വീട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്ക് ആസ്വദിക്കാനും കൂടിയാണ് നമ്മുടെ വീട് അല്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 6 design mistakes that you can avoid. Let's roll. I've been thinking about myself today, thinking how I've changed, how I really don't care. ആദ്യമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ മോസ്റ്റ് കോമൺ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഫർണിച്ചർ മേടിക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ മെഷർമെന്റ്സ് എടുക്കാതെ പോവുക. പിന്നെ വീട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ കടയിൽ പോയി, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയി, അപ്പോൾ നമുക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് അത് ആദ്യമേ മേടിച്ചിടുക. ഇത് വളരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് വീട് കെട്ടുന്നവർ മാത്രമല്ല, വീട്ടിന്റെ ഇന്റീരിയേഴ്സ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ സോഫയും സെന്റർ ടേബിളും ഡൈനിങ് ടേബിളും വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും ആദ്യം തന്നെ അങ്ങ് ഒറ്റ സ്ഥലത്ത് പോയി എല്ലാം അങ്ങ് ഓർഡർ കൊടുത്തിട്ട് വന്നേക്കും. പിന്നെ ആ ഈ ഫർണിച്ചർ വീട്ടിൽ ഇന്റീരിയേഴ്സും എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് സൈസ് വളരെ ചെറുതാകാൻ സാധ്യതയുണ്ട്, വളരെ ക്രാംഡ് ആയിട്ട് വളരെ ക്രൗഡഡ് ആയിട്ടിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇന്റീരിയേഴ്സ് എല്ലാം അത് കാരണം എഫക്റ്റഡ് ആയി. നമ്മുടെ വാൾ കളേഴ്സും നമ്മുടെ വാൾ ഹാങ്കിങ്സ്, സോഫ്റ്റ് ഫർണിഷിങ്, അതായത് കേർട്ടൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ എഫക്റ്റഡ് ആവും ഈ ഒരൊറ്റ ഡിസിഷൻ കാരണം. അപ്പൊ എൻ്റെ രണ്ടാമത്തെ പോയിന്റ് ഈ ഫർണിച്ചറിനെ കുറിച്ച് തന്നെയാണ്. പക്ഷെ സെക്കൻഡ് പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ നമ്മൾ ഫർണിച്ചർ എല്ലാം പർച്ചേസ് ചെയ്തു അത് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഇടുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീടുകളിലും ശ്രദ്ധിക്കുന്നത് ഈ ഫർണിച്ചർ ഈ വാളിനെ ചേർത്തങ്ങ് ഇടും. അതായത് വാളിന് ഒരു 2 ഇഞ്ച് അപ്പുറത്തോട്ട് ഒക്കെ ആയിരിക്കും ഇടുന്നത്. ഇപ്പൊ ഞാൻ ഇട്ടിട്ടില്ല ഇതേപോലെ. ഇതിവിടെ നമുക്ക് ഇതൊരു ഐഡിയൽ പ്ലേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഈ കസേര. പക്ഷെ ഇപ്പൊ ഒരു വലിയ ഹാളാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് റൂം ആണെങ്കിൽ നമുക്ക് അത് മതിലിന് ചേർന്ന് ഈ സോഫാസ് ഇടേണ്ട യാതൊരു ആവശ്യമില്ല. അത് നമുക്ക് കുറച്ചുകൂടെ കാർപ്പറ്റും ഇട്ടിട്ട് അതിനെ കുറച്ചുകൂടെ ക്ലോസർ ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ കോസിയർ ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് കിട്ടും. മാത്രമല്ല, നമ്മളിങ്ങനെ എല്ലാം കൂടി വാളിന് ചേർത്തിടുവാണെങ്കിൽ മൊത്തം എസ്തെറ്റിക്സിനെ തന്നെ ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്തെന്നിരിക്കും, ഇങ്ങനെ വാളിനെ നമ്മൾ ചേർത്തിടുവാണെങ്കിൽ. അപ്പൊ നിങ്ങളുടെ ലിവിങ് റൂമിന്റെ സൈസും പിന്നെ ആ സോഫയുടെ ആ ഒരു എന്ത് സ്റ്റൈൽ ഓഫ് സോഫയാണ് ഒക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഇപ്പൊ മതിലിനോട് ചേർത്ത് തന്നെയാണ് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സോഫ ബാക്ക് കൺസോൾ ടേബിൾ ഇപ്പൊ അവൈലബിൾ ആണ്. അതിന് സോഫ ബാക്ക് എന്നാണ് പറയുന്നത്. അതൊരു 6 ഇഞ്ചോ അല്ല 4 തൊട്ട് 6 ഇഞ്ച് വരെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം അതിന്. അത് അവിടെ ഇട്ടിട്ട് അതിന് ശേഷം സോഫ വെക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ചെറിയ ആർട്ടിഫാക്ട്സ് ഒക്കെ വെച്ചാലും കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് എലിമെന്റ് ആയിരിക്കും അത്. എൻ്റെ തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയട്ടെ. 2 അല്ലെങ്കിൽ 3 സ്റ്റൈൽസിനെ ഒരുമിച്ച് കൊണ്ടുവരിക. ഇപ്പൊ നമ്മളൊരു വുഡൻ സോഫയാണ് മേടിക്കുന്നതെങ്കിൽ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ചെയ്തിട്ട് നമ്മളൊരു ട്രഡീഷണൽ സ്റ്റൈലിൽ കാർവിംഗ് ഒക്കെ ഉള്ള ഒരു വുഡൻ സോഫ മേടിച്ച് അവിടെ ഇടുവാണെങ്കിൽ ചേരത്തേയില്ല. അതേപോലെ നേരെ മറിച്ച് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വുഡൻ ഫിനിഷും പിന്നെ വിനിയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഫർണിച്ചർ മേടിച്ചിട്ടാലോ അതും ചേരത്തില്ല. അതായത് 2 സ്റ്റൈൽസ് തമ്മിൽ ഒരു ഫ്യൂഷൻ പോലെ ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ അത് ഒരു ഡിസൈനിനെ കുറിച്ച് നല്ലൊരു വിവരമുള്ള ആൾക്കേ അത് നന്നായിട്ട് അതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഓൺലൈനിൽ ഇഷ്ടം പോലെ പിക്ചേഴ്സും പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പല പല ഐഡിയാസും ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പം അല്ലേ? അപ്പം അതൊക്കെ വെച്ച് ഇൻസ്പയർഡ് ആയിട്ട് ഒരു കോമ്പിനേഷനിൽ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ചേർന്നിരുന്നിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പേർട്ടിന്റെ അഡ്വൈസ് എടുക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ. നാലാമത്തെ മോസ്റ്റ് കോമൺ മിസ്റ്റേക്ക് എന്താ ഞാൻ കാണുന്നതെന്ന് അറിയോ? വാൾ ഹാങ്ങിങ്സ്. നമ്മുടെ ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ മതിലിൽ നമ്മൾ ഹാങ് ചെയ്യുന്ന ഒരു പെയിന്റിങ്സ് ഉണ്ടല്ലോ, അല്ല വാൾ ഹാങ്കിങ്സ് ഉണ്ടല്ലോ, അത് എവിടെയാണ് എക്സാക്ട്ലി? വളരെ ഹൈറ്റിലും പാടില്ല, വളരെ ലോ ആയിട്ടും നമുക്ക് പാടില്ല. എന്താന്ന് വെച്ചാൽ ചെറിയൊരു പെയിന്റിങ് എടുത്തിട്ട് വളരെ ഹൈറ്റിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു ഓഡായിട്ട് അത് അവിടെ ഒരു സംഭവം ഇരിക്കുന്നത് ഒരുമാതിരി ഓക്വേർഡ് ആയിട്ടിരിക്കും. വേറെ അതേപോലെ വലിയൊരു പെയിന്റിങ് എടുത്തിട്ട് അത് ഭയങ്കര ലോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഡ്ലി പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതും ഓക്വേർഡ് ആയിരിക്കും.
വാൾ ഹാങ്കിങ്സ് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നില്ല, അതിലൊരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മുടെ എൻറ്റയർ എസ്തെറ്റിക്സ് ആ വീട്ടിൻ്റെത് സ്പോയിൽ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് പൊസിഷൻ? പെയിൻറ്റിങ്ങിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റിങ്ങിൻ്റെ മിഡ് പോയിന്റ് നമ്മുടെ കണ്ണിന് സ്ട്രെയിറ്റ് ആയിരിക്കണം. അതാണ് എൻ്റെ ബേസിക് കോൺസെപ്റ്റ്. പിന്നെ ഇപ്പം നമ്മൾ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് വളരെ വലുത് ചെറുത് അങ്ങനെ പല ഇഷ്യൂസ് കാണുമല്ലോ. ഒരു പെയിൻറ്റിങ്ങിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലോറിൽ നിന്ന് 60 to 65 ഇഞ്ചസ് ഹൈറ്റിലായിരിക്കണം ആ പെയിൻറ്റിങ്ങിൻ്റെ മിഡ് പോയിന്റ്. അതൊരു ബേസിക് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ അത് എല്ലായിടത്തും റൂൾസ് നമ്മൾ അതേപോലെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടാവും. എവിടെയാണ് അത് അപ്ലിക്കബിൾ അല്ലാത്തതെന്ന് വെച്ചാൽ ഒരു ഗാലറി വാൾ പോലെയോ അല്ലെങ്കിൽ പല അസോർട്ടഡ് ആയിട്ടുള്ള ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള മിക്സ്ഡ് പെയിൻറ്റിങ്സ് ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറേ പെയിൻറ്റിങ്സ് നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ റൂള് നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ ഈ വാൾ ഹാങ്കിങ്സ് എല്ലാം എല്ലാ മതിലും വെക്കണം എന്ന് ആവശ്യമില്ല കേട്ടോ. ഇപ്പം ചില വാൾസ് നമ്മൾ എം ടി ആയിട്ട് വിടുന്നതും ആവശ്യമാണ്. അതായത് എം ടി സ്പേസ് ഉണ്ടെങ്കിലേ മറ്റേ സ്പേസിന് ഒരു അർത്ഥമുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എല്ലാ വാൾസിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഹാങ് ചെയ്യോ അല്ല എന്തെങ്കിലും ഒരു ആർട്ടിഫാക്റ്റ് നമ്മൾ ഷെൽഫ് പോലെയൊക്കെ വെച്ച് വരുവാണെങ്കിൽ ഫോക്കൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വാളിന് ഒരു അർത്ഥം ഇല്ലാതായിപ്പോൾ. അപ്പോൾ ഒരുപാട് ഓവർ ക്രൗഡിങ് ചെയ്യാൻ പാടില്ല. പിന്നെ എല്ലാ വാൾസിലും വാൾ ഹാങ്ങിങ്സ് വെക്കേണ്ട ആവശ്യമില്ല. 5th പോയിന്റ് എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കേർട്ടൻസിനെ കുറിച്ച്. അതായത് കേർട്ടൻസ് ആകട്ടെ ബ്ലൈൻഡ്സ് ആവട്ടെ, ഇത് നമ്മുടെ എൻറ്റയർ വീട്ടിൻ്റെ ലുക്കിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എത്ര നല്ല കേർട്ടൻസ്, എത്ര കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എത്ര നല്ല കേർട്ടൻസ് നമുക്ക് ചൂസ് ചെയ്തിടാൻ പറ്റുമോ നമ്മൾ വീട്ടിൻ്റെ ലുക്ക് അതിനനുസരിച്ചിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ചെറിയ രീതിയിൽ മറ്റേ റിങ്സ് ഉള്ള നോർമൽ കേർട്ടൻ, അതായത് ആ റോഡ്സ് എല്ലാം കാണുന്ന വിധത്തിലുള്ള കേർട്ടൻസ് ആണ് ഇടുന്നതെങ്കിൽ അതിന് ഒരു സിമ്പിൾ സാധാരണ ലുക്കേ വരുള്ളൂ. ഇപ്പൊ വിൻഡോ കേർട്ടൻസിലും നമ്മൾ ഡോർ കേർട്ടൻസ് ഇടുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഫേസ് ലിഫ്റ്റഡ് ആവും. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് പോയി കാണുക. കേർട്ടൻസിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ കഴിവതും സീലിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ കേർട്ടൻസ് താഴോട്ട് കൊണ്ടുവരുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വിൻഡോസിൻ്റെ സൈസും കൂടി നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം. ഇപ്പം വളരെ ചെറിയ വിൻഡോസ് ആണെങ്കിൽ അത് നമ്മൾ ഒത്തിരി ഹൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ കേർട്ടൻസ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു ട്വിസ്റ്റിനായിട്ട് ബ്ലൈൻഡ്സോ റോമൻ ബ്ലൈൻഡ്സോ അല്ലെങ്കിൽ വുഡൻ ബ്ലൈൻഡ്സോ അതൊക്കെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ചെയ്യേണ്ടത്. ഒരേ റൂമിൽ റോമൻ ബ്ലൈൻഡ്സും ഇട്ടു മറ്റേ ടൈപ്പ് കേർട്ടനും ഇട്ടു അങ്ങനെ ചെയ്താലും ബോറായിപ്പോവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനർ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് റെഫറൻസ് ഇമേജസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായിട്ട് വരും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് 6th മിസ്റ്റേക്ക്, നമ്മൾ വാൾ പെയിൻറ്റിൻ്റെ കളർ. വാൾ പെയിൻറ്റ്സ് എപ്പോഴും ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുകയാണെങ്കിൽ എൻറ്റയർ ഇൻറ്റീരിയേഴ്സും എഫക്റ്റഡ് ആകും അത് കാരണം. ഇപ്പം ഡാർക്ക് കളേഴ്സ് കൊടുക്കാൻ ആഗ്രഹമുള്ളവർ അത് പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാണ്ട് അത് ചെയ്യാനേ പാടില്ല. സോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചൂസ് യുവർ വാൾ പെയിൻറ്റ് കളേഴ്സ് എന്ന് പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് അധികം പേര് കണ്ടില്ല, ഐ ഡോണ്ട് നോ വൈ. വളരെ അധികം റീസർച്ച് ചെയ്ത് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഹിൻസ് കിട്ടും. ക്രിസ്പായിട്ട് ഇവിടെ പറയണം എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ന്യൂട്രൽ ഷെയ്ഡ്സ്. എന്തെന്ന് വെച്ചാൽ ന്യൂട്രൽ ഷെയ്ഡ്സ് എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് വൈറ്റ് ആകട്ടെ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ക്രീം, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബേജ് ഓർ ലൈറ്റ് ഗ്രേ, ഇങ്ങനത്തെ കോമ്പിനേഷൻസിലുള്ള ന്യൂട്രൽ ഷെയ്ഡ്സിന് നമ്മൾ പോയിട്ട് ഏതെങ്കിലും ഒരു ഫോക്കൽ വാളിന് ഒരു ഡിഫറെൻറ്റ് കളർ കൊടുത്താൽ പിന്നെയും വേണ്ടിയില്ല. പക്ഷേ എൻറ്റയർ ബെഡ്റൂമിനോ അല്ലെങ്കിൽ ലിവിങ് സ്പേസിൽ ഈ കളർ നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയേ നമ്മൾ ചെയ്യാവുള്ളൂ. സോ ഈ വാൾ കളേഴ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലീസ് ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ഷെയ്ഡ് കാർഡ് മേടിക്കുക, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെതാകട്ടെ ബർജർ പെയിൻറ്റ്സോ ഏതായാലും അവർക്കൊരു വലിയ ഷെയ്ഡ് കാർഡ്, ഒരു ഡീറ്റെയിൽ ഷെയ്ഡ് കാർഡ് ഉണ്ട്. അത് മേടിച്ച് നിങ്ങൾ വീട്ടിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് അത് വാളിൽ 3 ദിവസത്തേക്ക് വെച്ച് അത് കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം അതിനെയാണ് അതിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതൊക്കെ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഈ 6 പോയിന്റ്സ് ഒരു ബേസിക് സംഭവമാണ്. ഇനിയും ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാം കേട്ടോ. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇച്ചിരി ആയിട്ട് പറയാമെന്ന് വിചാരിച്ചത്. സെയിം കോൺസെപ്റ്റിൽ സെയിം വിഷയത്തിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കണ്ട. ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതിലെന്തെങ്കിലും വേറെ നിങ്ങൾക്ക് ക്വയറീസ് ഉണ്ടോ, കമൻസ് ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ. സോ ടിൽ ദെൻ ബൈ.